കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ? ചെങ്കടലിലും വഴി തുറക്കാൻ ഞാനിന്നും ശക്തനല്ലയോ. നിന്റെ മുമ്പിൽ എത്ര കഠിനമായിട്ട് വഴി അടച്ചിരുന്നാലും ആ വഴി തുറക്കുവാൻ ശക്തനായ ഒരു ദൈവം നിന്റെ ഉള്ളിലുണ്ട്. ചെങ്കടലിലും വഴി തുറക്കാൻ ഞാനിന്നും ശക്തനല്ലയോ. ഹലോ, മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഇന്ന് പ്രപഞ്ചശക്തി നൽകുന്ന മെസ്സേജ് എന്താണ്? നിങ്ങളെ റിലേഷനുമായി ബന്ധപ്പെട്ട്, നിങ്ങളുടെ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട്, നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ടാണ് എടുക്കുന്നത്. പ്ലീസ് കേഡ് മി മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ റിലേഷനെ സംബന്ധിച്ച് യൂണിവേഴ്സ് ഇന്ന് നൽകുന്ന മെസ്സേജ് എന്താണ്? പ്ലീസ് കേഡ് മി മദർ യൂണിവേഴ്സ്. എന്ത് മെസ്സേജാണ് ഇന്ന് കൊടുക്കുന്നത്? പ്ലീസ് കേഡ് മി മദർ യൂണിവേഴ്സ്. റിലേഷനെ സംബന്ധിച്ച് 2 ഓഫ് കപ്പ് വന്നിട്ടുണ്ട്, റിന്യൂവൽ വന്നിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റിസ് ആണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചാണ് ഇത് വന്നിരിക്കുന്നത്. ഓക്കെ, മനസ്സിൽ ചിന്തിക്കുന്ന നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ ഭാഗത്ത് നിന്നും ഒരു കോള് മെസ്സേജ് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഓക്കെ, ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ഒരു പക്ഷേ ഇത്രയും നാളും അവർ നിങ്ങളോട് ഈഗോ കാണിച്ച് നിന്നിട്ടുള്ള ചില വ്യക്തികളാണെങ്കിൽ ഇവിടെ ഈഗോയ്ക്ക് ഒരു അവസാനം വരുന്നതായി കാണുന്നു. നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് കോൾ മെസ്സേജ് വരുന്നതായി കാണുന്നു. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. അവരെല്ലാം മറക്കുവാൻ തയ്യാറാകുന്നു. ഇതുവരെയും നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങൾക്ക് ഒരു അവസാനം കൊണ്ടുവരാൻ യൂണിവേഴ്സ് നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ ലൈഫിൽ പ്രവർത്തിക്കുന്നു. ഓക്കെ, അപ്പം ഇന്ന് റീഡിങ് കേട്ടിട്ട് ഉടനെ പോയി അവരുടെ ഓൺലൈനിൽ നോക്കിയിട്ട് അവർ ബ്ലോക്ക് ഇതുവരെ മാറ്റിയിട്ടില്ല എന്ന് വിചാരിച്ച് നിരാശ വന്ന് നിങ്ങൾക്ക് ബ്ലോക്കേജ് ഉണ്ടാക്കരുത്. യൂണിവേഴ്സിൻ്റെ സമയത്തിന് വേണ്ടി കുറച്ച് വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന കാര്യം നിങ്ങൾക്കുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കും എന്നുള്ളൊരു വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കട്ടെ. ഓക്കെ, നിങ്ങളുമായിട്ട് ഒരു റീയൂണിയൻ ഇവിടെ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് റീയൂണിയൻ നടക്കും. നിങ്ങളുടെ പേഴ്സൺ ഇതുവരെയും ഈഗോ കാണിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട്. ടവറാണ് വരുന്നത്, ഒരു മേജർ മാറ്റമാണ് വരുന്നത്. നിങ്ങൾ പോലും അത്ഭുതപ്പെട്ടു പോകുന്ന രീതിയിലുള്ള ഒരു മാറ്റം ഇവിടെ കാണുന്നുണ്ട്. ഒരു വാക്സിംഗ് മൂൺ ഇവിടെ കാണാൻ കഴിയും. ഇവിടെ ചന്ദ്രൻ ഇവിടുത്തെ ഒരു ചന്ദ്രൻ ശക്തി പ്രാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു എനർജിയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഒരു പകുതിയോളം എത്തിയ ഒരു ചന്ദ്രനാണ്, പകുതിയോളം എത്താൻ പോകുന്നു. ഈ വാക്സ് പൊക്കോണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു അന്ധകാരം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. നിങ്ങളുടെ പ്രത്യാശയ്ക്കുള്ള സമയമാണ്. നിങ്ങളുടെ ആഗ്രഹം, നിങ്ങൾ എന്താണോ ഡ്രീം കാണുന്നത്, ആ ഡ്രീം പൂർത്തിയാകുവാൻ പോകുന്നു. പക്ഷെ നിങ്ങൾ ഈ വാക്സ് റിമൂവ് ആകുന്നത് വരെ ഉള്ള ഒരു സമയം നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്ന് ഇവിടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു സമയത്ത് നല്ല രീതിയിൽ മെഡിറ്റേഷൻ ചെയ്യേണ്ട ആവശ്യം ഉണ്ട് എന്ന് യൂണിവേഴ്സ് നിങ്ങളെ ബോധിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ജീവിതത്തിൽ ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളെയും നിങ്ങൾ ഫോർഗീവ് ചെയ്യണമെന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. വീണ്ടും ആ കാര്യത്തെ നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരാതെ അതിനെ പിറകിൽ ഉപേക്ഷിച്ച് വേണം നിങ്ങൾ മുന്നോട്ട് യാത്ര തുടങ്ങുവാൻ. ഓക്കെ, അപ്പോൾ പാസ്റ്റിലുണ്ടായ നിങ്ങളെ വേദന ശരിയാണ്. നിങ്ങൾ പാർട്ട്ണർ വരുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ആഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ പാർട്ട്ണർ നിങ്ങളോടൊപ്പം ചെയ്ത പെയിൻഫുള്ളായിട്ട് കാര്യവും നിങ്ങളോടൊപ്പം ഇപ്പോഴും ജീവിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ഇടയിലുണ്ടായ പ്രശ്നങ്ങളെ നിങ്ങൾ ഈ ഒരു പ്രസൻറ്റിൽ കൂടി നിങ്ങളോടൊപ്പം ചേർത്ത് പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരിക്കലും നിങ്ങളിൽ നിന്ന് പാസ്റ്റ് വിട്ടുപോയിട്ടുള്ള, ഇപ്പോഴും നിങ്ങൾ കൂടെ കൊണ്ട് നടക്കുന്നത് അതേ പാസ്റ്റ് തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു 2 വർഷം മുമ്പ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറും തങ്ങളുണ്ടായ കാര്യങ്ങൾ ഇപ്പോഴും നിങ്ങളോടൊപ്പം ജീവിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളിലുള്ള ആ ഒരു നെഗറ്റീവ്, ആ ഒരു വ്യക്തിയിൽ ഉണ്ടായിരിക്കുന്ന നെഗറ്റീവിലേക്കുള്ള നോട്ടം നിങ്ങൾ മാറ്റുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഗ്രോത്തിനെ അത് തടയുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പാസ്റ്റിൽ എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് നിങ്ങൾ വിട്ടുകളയുവാൻ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട്. ഓക്കെ,
ഇവിടെ കാണിക്കുന്ന ആ ഒരു പ്രകാശം അതൊരു മൂണിനെ സൂചിപ്പിക്കുന്നതാണ്. ഒരു സ്പെഷ്യൽ മൂണിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അമാവാസി ഗ്രഹണം എന്നാണ് നമ്മളതിനെ പറയുന്നത്. ഓക്കെ, ആ ഒരു പ്രത്യേക കളറിൽ പുറത്ത് കാണുന്ന ആ ഒരു പ്രത്യേക കളറ് നമ്മൾ അമാവാസി ഗ്രഹണത്തിലുണ്ടാകുന്ന എനർജിയാണ് പറയുന്നത്. അതിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു ആഗ്രഹ സഫലീകരണത്തെയാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ പാസ്റ്റിലെ കാര്യങ്ങളെ വിട്ടുകഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ആഗ്രഹം സഫലമായി തീരുമെന്നുള്ള എനർജി നിങ്ങളോടൊപ്പം ഇവിടെ പറയുന്നു. നിങ്ങൾക്ക് വിജയത്തിനുള്ള സാധ്യതകൾ ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളുടെ മുന്നിൽ ഒരു നല്ല സമയം വന്നിരിക്കുന്നു. അത് നിങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ട്. നിങ്ങൾക്കൊരു വഴി തുറന്നിരിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ റീയൂണിയനായിട്ട് നിങ്ങളുടെ ഫാമിലി ആയിട്ട് മുന്നോട്ട് പോകുക, അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും നാൾ നിങ്ങൾ കാത്തിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ടുമായിട്ട് സന്തോഷത്തോടെ റിലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ സമയം നിങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ട്. പക്ഷേ നിങ്ങൾ ആ ഒരു സമയത്തിന് തടസ്സങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് നിങ്ങൾ ഇപ്പോഴും ഒരു വർഷം മുമ്പോ ഒരു മാസം മുമ്പോ അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പോ നടന്ന കാര്യങ്ങൾ ഇപ്പോഴും നിങ്ങൾ മനസ്സിലിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ഒരു റിപ്പീറ്റ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് പാസ്റ്റിൽ നിങ്ങൾ ഇപ്പോഴും ജീവിക്കുന്നു എന്നുള്ളതാണ്. പ്രസൻറ്റിലേക്ക് നിങ്ങൾ കടന്നു വന്നിട്ടില്ല. നാളെ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ ടെൻഷൻ ആയിക്കൊണ്ടിരിക്കുന്നു. ഒന്നുകിൽ നിങ്ങൾ പാസ്റ്റിൽ ജീവിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഫ്യൂച്ചറിൽ ജീവിക്കുന്നു. പ്രസൻറ്റിൽ ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എന്ന് ഇവിടെ പറയുന്നു. നിങ്ങൾ എല്ലാം വിട്ടുകൊണ്ട് ഇന്നത്തെ ദിവസത്തിൽ നിങ്ങൾ സന്തോഷിക്കുക. ഇന്ന് തന്ന ദിവസത്തിനായി നന്ദി പറയുക. നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് റിയലാണ് നഷ്ടപ്പെടുന്നത്. ഒന്നുകിൽ നമ്മൾ സ്വപ്നത്തിൽ ജീവിക്കുന്നു, ഇല്ലെങ്കിൽ നമ്മൾ പാസ്റ്റിൽ നമുക്ക് സംഭവിച്ച വേദനയിൽ ജീവിക്കുന്നു. ഈ രണ്ട് കാര്യത്തിലുമാണ് ഭൂരിഭാഗം ആളുകളും ജീവിക്കുന്നത്. ഈ റിയലിൽ ഇന്നത്തെ ദിവസത്തിൽ ജീവിക്കുവാൻ കഴിഞ്ഞാൽ അത് ഭാഗ്യമുള്ളവർക്ക് മാത്രമേ ഇന്നത്തെ ദിവസത്തിൽ ജീവിക്കാൻ കഴിയുകയുള്ളൂ. ഇന്നത്തെ ജീവിതത്തിൽ ഇന്ന് മുതൽ ജീവിക്കാൻ ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്നത് ജസ്റ്റിസ് ആണ്. നിങ്ങൾക്ക് ന്യായം ലഭിക്കാൻ പോകുന്നു. ഇവിടെ പൂർണ്ണചന്ദ്രനെയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കാൻ പോകുന്നു. എന്ത് കാര്യത്തിലാണോ നിങ്ങൾ പരാജയ ഭീതി നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്നത്, ആ പരാജയത്തിൽ നിങ്ങൾക്ക് ഒരു മുക്തി ലഭിക്കാൻ പോകുന്നു. യൂണിവേഴ്സ് നിങ്ങളെ നിങ്ങളുടെ ആഗ്രഹത്തിൽ നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ട് എന്ന് തൂക്കി നോക്കി നമ്മൾ ചെയ്ത കർമ്മകൾ തൂക്കി നോക്കുമ്പോൾ യൂണിവേഴ്സിന് മനസ്സിലാകും നമ്മുടെ ഭാഗത്ത് ന്യായമുണ്ടോ ഇല്ലേ എന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് ന്യായം ലഭിക്കുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ നോക്കിയാൽ മനസ്സിലാകാം ഡെത്തിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയും നിങ്ങൾ ചില കർമ്മഫലങ്ങളിൽ കൂടിയാണ്, റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് ചില കർമ്മയിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നത്. ആ കർമ്മ ഇവിടെ അവസാനിക്കുകയാണ്. കാരണം ഇവിടെ നിങ്ങളുടെ കർമ്മയെ തൂക്കി നോക്കി നിങ്ങൾക്ക് ജസ്റ്റിസ് നൽകുന്നത് യൂണിവേഴ്സിൻ്റെ ശക്തിയാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് യൂണിവേഴ്സ് വന്ന് കർമ്മയെ തൂക്കി നോക്കി നിങ്ങളുടെ അനുഭവങ്ങളെ നിങ്ങൾ വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ വിജയം നിങ്ങൾക്ക് വന്നിരിക്കുന്നു. ഇവിടെ സൺ വരുന്നു. ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ജീവിതത്തിൽ റിലേഷൻഷിപ്പിൽ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ്. എത്ര പേര് ഇത് വിശ്വസിക്കുന്നു അവർക്ക് ഇതിലൊരു മാറ്റം തീർച്ചയായിട്ടും ഉണ്ടാകും. ഇതെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ എന്തും അട്രാക്റ്റ് ചെയ്യുവാനുള്ള ശക്തി നിങ്ങളുടെ ഉള്ളിലേക്ക് വന്നതിനായി ഞാനും നന്ദി പറയുന്നു. താങ്ക് യു. ഓക്കെ, ഇതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജ്. ഓക്കെ, നമുക്ക് നോക്കാം നിങ്ങളുടെ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് നൽകുന്നത്. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സിന് സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് ഇന്ന് നൽകുന്ന മെസ്സേജ് എന്താണ്? പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. സാമ്പത്തികവുമായി വന്ന മെസ്സേജ് 4 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. 3 ഓഫ് കപ്പ് വന്നിട്ടുണ്ട്. നിങ്ങൾ ഇന്നേ ദിവസം കൊടുക്കൽ വാങ്ങലുകളിൽ നിങ്ങൾക്കൊരു തീരുമാനമാകുന്നതാണ്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ദ എംപറർ വന്നിട്ടുണ്ട്. അധികാര കൈമാറ്റങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, ചില ജോലി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ സാമ്പത്തിക സംബന്ധമായിട്ടോ നിങ്ങൾക്ക് ഒരു സ്ട്രെങ്ത് വരികയാണ്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 4 ഓഫ് പെൻറ്റിക്കിൾ വന്നിരിക്കുന്നത്? നിങ്ങൾക്ക് ഇന്നേ ദിവസം ആരെങ്കിലും പണം കൊടുക്കുവാനോ തരുവാനോ ഉണ്ടെങ്കിൽ ഇന്നേ ദിവസം നിങ്ങൾക്കത് നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതായി കാണുന്നു. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ഒരു ഗ്രോത്ത് ആണ് ഇവിടെ വന്നിരിക്കുന്നത്.
കുറേ നാളായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്തിരുന്ന ചില സമൃദ്ധിയാണ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നത്. ഇവിടെ കിങ് ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നു. നിങ്ങളെ ഇഗ്നോർ ചെയ്തിരുന്നതായിട്ടുള്ള അല്ലെങ്കിൽ പ്രതീക്ഷ ഒരുപാട് നാളായിട്ട് പ്രതീക്ഷയുണ്ട്, പക്ഷെ അതൊരിക്കലും കയ്യിൽ കിട്ടാത്ത രീതിയിൽ ഇരുന്ന ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. സാമ്പത്തികത്തെക്കുറിച്ചാണ് നോക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്ലാൻ ചെയ്തിരുന്നു, ഇത്രയും നാൾ അവർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് നിങ്ങളിലേക്ക് ഇന്നേ ദിവസം എത്തുന്നതായി കാണുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. സാമ്പത്തികം നിങ്ങളെ തേടി എത്തുന്നു. നിങ്ങൾ കൊടുക്കുവാനോ വാങ്ങുവാനോ ഉള്ള വ്യക്തികൾക്ക് അത് സക്സസ് ആകുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. 3 ഓഫ് കപ്പിൻ്റെ എനർജി വന്ന് സന്തോഷം. നിങ്ങളുടെ സുഹൃത്തുക്കളെ നിങ്ങൾ കാണുകയോ സാമ്പത്തികമായിട്ട് പരസ്പരം കൊടുക്കൽ വാങ്ങലുകൾ ഇവിടെ നടക്കുന്നതായി കാണുന്നു. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കുറേ നാളായി കാത്തിരുന്ന ഒരു കാര്യത്തിന് ഇവിടെ നിങ്ങൾ ചീറ്റ് ചെയ്തു പോയ ചില കാര്യങ്ങളായിരിക്കും. ഓക്കെ, ടവർ വന്നിരിക്കുന്നു. നിങ്ങളെ ചീറ്റ് ചെയ്ത് ചില വ്യക്തികൾ, നിങ്ങളുടെ സാമ്പത്തികവുമായി പോയ വ്യക്തികൾ നിങ്ങൾക്ക് ഒരിക്കലും അത് ലഭിക്കില്ല എന്ന് വിചാരിച്ചിരുന്ന കാര്യത്തിൽ ഒരു മാറ്റം, ഒരു മേജർ മാറ്റമാണ് ഇവിടെ സംഭവിക്കുന്നത്. നിങ്ങളുടെ ലൈഫിലേക്ക് ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കത്തില്ല. അവർ ആ പണം തിരികെ നൽകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കത്തില്ല. പക്ഷേ ആ പണം നിങ്ങൾക്ക് ലഭിക്കുന്നതായി കാണുന്നു. നിങ്ങൾ ചീറ്റ് ചെയ്തു പോയ വ്യക്തികൾ നിങ്ങളിതിലേക്ക് തിരിച്ചു വരുന്നതായി കാണുന്നു. തിരിച്ചു വരുന്നത് മാത്രമല്ല, നിങ്ങളിൽ നിന്ന് കൊണ്ടുപോയ പണം അല്ലെങ്കിൽ എന്തെങ്കിലും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങളെ തിരിച്ചേൽപ്പിക്കാൻ വരുന്നതാണ്. അത് പണം മാത്രമല്ല, എന്തെങ്കിലും കാര്യം നിങ്ങൾ പോലും അറിയാതെ നിങ്ങളിൽ നിന്ന് മോഷണം പോയിട്ടുണ്ടെങ്കിൽ ആ മോഷണപ്പെട്ട സാധനങ്ങൾ നിങ്ങളിലേക്ക് തിരിച്ചു തരുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, നിങ്ങളിപ്പോൾ നേരിടുന്ന സിറ്റുവേഷൻ എന്താണോ അതിലൊരു മാറ്റമാണ് വരുന്നത്, അതിലൊരു സക്സസ് ആണ് വരുന്നത്. ഓക്കെ, നിങ്ങൾ വിചാരിച്ചു ഒരിക്കലും ഇതിൽ നിന്ന് എനിക്കൊരു മാറ്റം വരത്തില്ല, ഇതിങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് വിചാരിച്ച കാര്യത്തിൽ ഒരു ഇൻക്രീസ്, ഒരു സക്സസ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ചില ചിട്ടി സംബന്ധമായോ ചില ബാങ്കുമായി ബന്ധപ്പെട്ടോ നിങ്ങൾക്ക് പണം ലഭിക്കാതെ നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും അത് കിട്ടാതിരുന്ന ചില കാര്യങ്ങൾ ഇവിടെ കിട്ടുന്നതായി കാണുന്നു. ഓക്കെ, കിങ് ഓഫ് പെൻഡിക്കിളും സോഡുമാണ് വന്നിരിക്കുന്നത്. സോഫ്റ്റായിട്ട് പെരുമാറുന്നതായിട്ടും സ്നേഹത്തോടു കൂടി പെരുമാറുന്നതായിട്ടും നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും. അവർ നിങ്ങൾക്ക് ഒന്നുകിൽ സമയം അനുവദിച്ച് നൽകുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തരാനുള്ള പണത്തിൽ ഒരു ഇളവ് വരുത്തുകയോ ചെയ്യുന്നതായിരിക്കും. കിട്ടാനുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും അവർ പണം നൽകുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, താങ്ക് യു. ഓക്കെ, നമുക്ക് നോക്കാം ജോലി സംബന്ധമായി. പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സിന് ഇന്നേ ദിവസം ജോലി സംബന്ധമായി എന്ത് കാര്യമാണ് യൂണിവേഴ്സ് എൻ്റെ വ്യൂവേഴ്സിനോട് പറയാൻ ആഗ്രഹിക്കുന്നത്? പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്. ജോലിയിൽ ഈഗോ പ്രശ്നങ്ങൾ, ചില വ്യക്തികൾ നിങ്ങളെ ബന്ധിച്ചിരുന്നുവെങ്കിൽ അവരുടെ ഈഗോ കാരണം, ചിലപ്പോൾ മേലധികാരികളായിരിക്കും അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്ന വ്യക്തികൾ നിങ്ങളെ ഈഗോ കാരണം അവർ ബന്ധിച്ച് നിർത്തിയിരുന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വിജയം കാണാൻ കഴിയാതെ ബന്ധിച്ചിരുന്ന ചില കാര്യങ്ങളെ ഇവിടെ മോചിപ്പിക്കുന്നതായി കാണുന്നു. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗത്ത് ന്യായം വരുന്നതായി കാണുന്നു, നിങ്ങളെ അംഗീകരിക്കുന്നതായി കാണുന്നു. ഇത്രയും നാളും നിങ്ങളെ ചിലപ്പം മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് ചില ഈഗോ പ്രശ്നങ്ങൾ കാരണം നിങ്ങളെ തള്ളിക്കളഞ്ഞിരുന്ന ചില സ്ഥലത്ത് നിന്നും നിങ്ങൾക്ക് സിറ്റുവേഷൻ ചേഞ്ച് വരുന്നു. ഓക്കെ, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുവാൻ യൂണിവേഴ്സ് ഉള്ളതായി കാണുന്നു. നിങ്ങൾക്ക് സ്ട്രെങ്ത് വരുന്നു. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്നും നിങ്ങൾക്കൊരു സ്ട്രെങ്ത് വരുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി ലഭിക്കാത്ത വണ്ണം പല കാര്യങ്ങളും കൊണ്ട് ചില നെഗറ്റീവ് എനർജികൾ നിങ്ങളെ ബന്ധിച്ചിട്ടിരുന്നെങ്കിൽ അതിനെല്ലാം ഒരു മാറ്റമാണ് വരുന്നത്. ബാലൻസ് വരുന്നുണ്ട്, നിങ്ങൾക്ക് സ്ട്രെങ്ത് വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഒരു എഗ്രിമെൻ്റ് ഇവിടെ സൈൻ ചെയ്യുകയാണ്. നിങ്ങൾ കടന്നു പോവുകയാണ്. ജോലി സംബന്ധമായിട്ട് നിങ്ങളൊരു വാക്ക് കൊടുക്കുകയാണ്, നിങ്ങൾക്കൊരു വാക്ക് ലഭിക്കുകയാണ്. ഓക്കെ, ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് സക്സസ് ലഭിക്കാൻ പോകുന്നു. ഇതുവരെയും നിങ്ങൾ വളരെ ഡിപ്രഷനിൽ കൂടി ചില കാര്യങ്ങളിൽ കൂടി കടന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു ഒത്തുതീർപ്പാകാതെ ജോലി സ്ഥലത്ത് നിങ്ങൾ ബുദ്ധിമുട്ട് സാഹചര്യം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊരു മാറ്റം വരികയാണ്. ഓക്കെ, ഇവിടെ നോക്കിയാൽ മനസ്സിലായി എംപററാണ്. ജോലിയുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒരു ഗവൺമെൻറ് ജോലിക്ക് വേണ്ടിയിട്ടാണോ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഒരു ഉയർന്ന മാസ്റ്ററായിട്ടാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതോ പോലീസിലാണോ അതോ അഡ്വക്കേറ്റ് ആണോ?
എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉയർന്ന സ്ഥാനം നിങ്ങൾക്ക് ലഭിക്കുന്നു. നിങ്ങൾ വിചാരിച്ചിരിക്കുന്നതായിട്ടുള്ള നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ജോലിക്ക് ഒരു അംഗീകാരം ലഭിക്കുന്നു എന്ന് ഓർക്കുക. അത് വലുതോ ചെറുതോ ആയിട്ടുള്ള ഏത് ജോലി തന്നെയാണെങ്കിലും നിങ്ങൾ ചെയ്യുന്ന ജോലി നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ജോലി തന്നെയാണ്. ആ വലിയ ജോലിക്ക് നിങ്ങൾക്ക് അംഗീകാരം ലഭിക്കുന്നു എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ വരുന്നത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ഇവിടെ വന്നിരിക്കുന്നത് 7 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. ചില വ്യക്തികൾ മനഃപൂർവ്വമായി നിങ്ങളെ ചതിച്ച്, ജോലി സ്ഥലങ്ങളിൽ ചതിച്ച വ്യക്തികൾ നിങ്ങളിൽ നിന്നും അകന്നു മാറിപ്പോകുകയാണ്. അതെല്ലാം ബാലൻസിങ്ങിൽ വരുന്ന ഒരു എനർജിയാണ് ഇവിടെ വരുന്നത്. നിങ്ങളെ ചതിച്ചിരുന്ന വ്യക്തികളെല്ലാം മാറി നിങ്ങൾക്ക് അവരുടെ മനസ്സിലൊരു മാറ്റം സംഭവിച്ചുകൊണ്ട് നിങ്ങളുമായിട്ട് ഒരു സൗഹൃദം സ്ഥാപിച്ച്, സ്നേഹം സ്ഥാപിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാൻ അവർക്ക് കഴിയുന്നു. ഓക്കെ, ജോലി സ്ഥലത്തുണ്ടായ ചില പ്രശ്നങ്ങൾ നിങ്ങളെ തെറ്റുകുറ്റം ആരോപിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം ഒരു മാറ്റങ്ങൾ വരികയാണ്. നിങ്ങളെ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു എനർജിയിൽ കൂടിയാണ് ഇന്ന ദിവസം കടന്നു പോകുന്നതെന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് ഇന്ന് നൽകുന്ന മെസ്സേജ്. നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. ഗോഡ് ബ്ലെസ് യു.